വിഴിഞ്ഞം വിഷയത്തിലെ ഉൾപോരിനിടെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ടയെങ്കിലും സംസ്ഥാന ഘടകത്തിലെ അഭിപ്രായ വ്യത്യാസവും യോഗം ചർച്ച ചെയ്യും. അതേസമയം EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിയിൽ രണ്ട് നിലപാടില്ലെന്നും EP ജയരാജന്റെ പ്രതികരണം താൻ കണ്ടിട്ടില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. വിഴിഞ്ഞത്ത് അദാനിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഉദ്യോഗസ്ഥയെ മാറ്റിയത് ന്യായമായും സംശയമുണ്ടാക്കിയില്ലേ എന്ന് തോമസ് ഐസക്കും ചോദിച്ചു. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ മംഗലാപുരം സ്പെഷ്യൽ പ്ലെയിൻ യാത്ര ഉൾപ്പെടെയുള്ള അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളോടൊപ്പം ചേർന്ന് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം പ്രശ്നത്തിൽ CPM-നകത്ത് രണ്ടഭിപ്രായത്തിൻ്റെ പ്രശ്നമില്ല. CPM-നകത്ത് ഏകകണ്ഠമായ അഭിപ്രായമാണ് വിഴിഞ്ഞം പ്രശ്നത്തിലുള്ളത്. വിഴിഞ്ഞം ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പൊതുമേഖലയുടെ പൊതു നിയന്ത്രണത്തിനകത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ് നിലപാടിനെയാണ് CPM വിമർശിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമില്ല, ഒരു സംശയമില്ല. പക്ഷെ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാനപ്പെട്ടതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഇന്ന് അദാനിക്ക് ഓഹരി കൈമാറ്റം നടത്തണം. അതിൻ്റെ ഫലമായിട്ട് 13,000 കോടി രൂപ അവർക്ക് കിട്ടുന്നു. അതിന് കേരള സർക്കാരിൻ്റെ അനുവാദം കൂടിയേ തീരൂ. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പ്രശ്നങ്ങളില്ല എന്ന് ഈ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും പാർട്ടിക്കുള്ളിലെ ഭിന്നാഭിപ്രായങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. 2 പതിറ്റാണ്ടിനിടെ പിണറായിയുടെ നിലപാടിനെ കണ്ണൂർ നേതൃത്വം ചോദ്യം ചെയ്യുമ്പോൾ ഇതിന് വിഴിഞ്ഞം ഒരു കാരണം മാത്രമാണെന്ന് വിലയിരുത്തുന്നവരുമില്ലേ? തീർച്ചയായും സംസ്ഥാന ഘടകത്തിനുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസം പാർട്ടി രണ്ട് തട്ടിലായിട്ടുള്ളത് നിലവിൽ കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പാർട്ടിക്കുള്ളിൽ മറ്റ് എതിരഭിപ്രായങ്ങളില്ലാതെ മുൻപോട്ട് പോയിരുന്ന പിണറായി വിജയനും കണ്ണൂർ പാർട്ടിക്കുമെതിരെ കണ്ണൂരിനുള്ളിൽ നിന്ന് തന്നെ നേതാക്കൾ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുന്നത്. ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും LDF കൺവീനറും ഒപ്പം തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വിഴിഞ്ഞം അദാനി വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് അതല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിലൂടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻപോട്ട് വെച്ചിട്ടുള്ള നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് മുതിർന്ന നേതാവ് EP ജയരാജനും ഒപ്പം ഇന്നലെ പ്രതികരിച്ചിട്ടുള്ള KK ശൈലജയും PK ശ്രീമതിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. പ്രതിപക്ഷ നേതാവായതിനു ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നിലവിലെ സർക്കാരിനെതിരെ പിണറായി വിജയൻ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായി ഉയർത്തിയ വിഷയങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞത്ത് അദാനിയുടെ ഇടപെടൽ. ആ ഇടപെടലിൽ അദാനിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥയെ മാറ്റിയത് ദുരൂഹമാണ് എന്ന നിലപാടായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മുൻപോട്ട് വെച്ചത്. അത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണെന്നും അത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ള പ്രതികരണമായിരുന്നു EP ജയരാജനുമൊപ്പം PK ശ്രീമതിയും KK ശൈലജയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിട്ടുള്ള അത്തരത്തിൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിക്കെതിരെ അല്ലെങ്കിൽ നിലവിലെ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെതിരെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന് പിറകെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയാണ്. 10 വർഷം ഭരണത്തിലിരുന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും കനത്ത തിരിച്ചടി CPM-ന് നേരിടേണ്ടി വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന ഘടകം തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നേരത്തെ പോളിറ്റ് ബ്യൂറോ പരിശോധിച്ചതാണ്. കേന്ദ്ര കമ്മിറ്റിയും ആ വിഷയം പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാന ഘടക
ഘടകത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം, പാർട്ടി കനത്ത പരാജയം, പാർട്ടി കേന്ദ്രങ്ങളിൽ നേരിടാനുണ്ടായിട്ടുള്ള സാഹചര്യം, ഇവയെല്ലാം വീണ്ടും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നില്ല. ആരോഗ്യ കാരണങ്ങളാൽ അവധി നൽകണമെന്ന അപേക്ഷയാണ് EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപിൽ വെച്ചിട്ടുള്ളത്. ശ്രീജ, തെറ്റുതിരുത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ എന്തായാലും ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.